നോക്കിടും എൻ ജീവകാലമെല്ലാം എന്നാളിലും എൻ കൂടെയുള്ള സ്നേഹമാം ദൈവമേ. ഞാൻ സേവിക്കും ദൈവം നസ്രായനേശു, വഴികളെ തുറപ്പാൻ മതിയായവൻ. ഇന്നത്തെ ഗോസ്പല് യേശുവിൻ്റെ റെക്കമെൻഡേഷനാണ്. ഒരാൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇടുങ്ങിയ വഴിയിൽ പോകണം എന്ന യേശുവിൻ്റെ ഉപദേശമാണ്. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല, ഇടുങ്ങിയ വാതിലും വിശാലമായ വാതിലും എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് അർത്ഥമാക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു വാതിലല്ലേ ഉള്ളൂ, നമുക്ക് വ്യക്തമാവില്ല. പക്ഷേ ഇത് കേട്ടുന്ന മനുഷ്യർക്ക് മനസ്സിലാവും, ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക്. കാര്യം ആ കാലഘട്ടത്തിൽ നഗര കവാടങ്ങളുണ്ടായിരുന്നു. ഈ ഒരു നഗരം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും മതിലുണ്ടാവും, അതിനൊരു വാതിലുണ്ടാവും. ആ നഗരങ്ങൾ ആരും ആക്രമിക്കപ്പെടാതിരിക്കാൻ കഴിയുന്ന വിധത്തിലൊരു വലിയ ചുറ്റുമതിലാണത്. എന്നിട്ട് അവിടെ വലിയൊരു വാതിലാണ്, വലിയ വ്യാപാര സാധനങ്ങളൊക്കെ വരാൻ കഴിയുന്ന വിധത്തിൽ വലിയൊരു വാതിലും. ഇനിയൊരു ചെറിയ വാതിലുണ്ട്, അത് സാധാരണക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്ന വിധത്തിലാണ്. ഇനി ഒരു സമയം ഈ വാതിൽ അടയ്ക്കും. ഒരു ദിവസത്തിൻ്റെ രാത്രിയിലാകുമ്പോൾ പിന്നീട് ആർക്കും പുറത്തു പോകാനോ അകത്ത് വരാനോ കഴിയാത്ത വിധത്തിൽ ഈ വാതിൽ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇവിടെയാണ് യേശു പറയുന്നത്, നിങ്ങൾ ഇടുങ്ങിയ വാതിൽ കൂടെ പോകും. അപ്പോൾ എളുപ്പം വലിയ വാതിൽ കൂടെ പോകുന്നത് തന്നെയാണ്. പിന്നീട് എന്തുകൊണ്ടാണ് യേശു ഇടുങ്ങിയ വാതിൽ കൂടെ പോകാൻ പറഞ്ഞത്? ഈ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കൂടെ നടക്കാൻ പറയാൻ കാര്യം എന്താണ്? കാര്യം അത് റിസ്ക്കാണ്. അതിന് 2 ഫാക്ടറുണ്ട്. ഒന്ന്, സമയമെടുക്കും. ഓരോരുത്തരായിട്ട് നടന്നു പോകണമല്ലോ, ഒരാൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല ആ വാതിൽ കൂടെ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ക്യൂ നിൽക്കുന്ന പോലെ നിന്ന് പോകേണ്ടതാണ്, സമയമെടുക്കും. 2, ഒത്തിരി വണ്ണമുള്ളവർക്ക് അതിൽ പോകാൻ പറ്റില്ല. അങ്ങനെ അവരെ തന്നെ മെലിഞ്ഞ് എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. കുറച്ച് വണ്ണമൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ വണ്ണത്തിൻ്റെ കഥയല്ല ഇവിടെ പറഞ്ഞു വരുന്നത് ഒരാൾക്ക് ആ വാതിലൂടെ കിടക്കണമെങ്കിൽ അയാൾ സമയമെടുത്ത് അയാളെ തന്നെ അനുതാപത്തിലൂടെ നയിച്ച് അയാളെ തന്നെ നഷ്ടപ്പെടുത്തി ആ വാതിലൂടെ കടത്തിവിടണം. അയാളുടേതായ ചിലത് വേണ്ടാന്ന് വെച്ച് ചില ലഗേജൊക്കെ മാറ്റി വെച്ചിട്ട് അയാൾ അതിലൂടെ കടന്നു പോകണം. അതാണ് യേശു അർത്ഥമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗരാജ്യത്തിൻ്റെ രക്ഷയ്ക്കുള്ള ഒരു കുറുക്ക് വഴി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു പറഞ്ഞു തരുന്ന ഇവിടെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ വെയിറ്റ് ചെയ്യും. രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം രക്ഷകന് വേണ്ടി. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ടൈമാണ്. നിങ്ങൾ അനുതാപത്തിലൂടെ വിശുദ്ധിയിലൂടെ നിങ്ങളുടെ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്നൊക്കെ വെച്ച് ദൂരെ എറിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കടക്കുന്നിടം രക്ഷയാണ്. പിന്നെ അതിനകത്ത് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ സ്വർഗീയ സൗഭാഗ്യത്തിലാണ്. ഇനി ഒരു സമയമാകുമ്പോൾ ഇതിൻ്റെ വാതിലടയ്ക്കും. അടച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, തിരിച്ചു കിട്ടുന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ ഇടുങ്ങിയ വാതിലൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് കാത്തിരുന്നാൽ നിങ്ങൾക്ക് അതിലൂടെ പോകാൻ പറ്റും. പക്ഷേ ഈ വലിയ വാതിൽ നേരത്തെ അടച്ചു കളയും. അതിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അവസാനം ചോദ്യം വരും, ഞാൻ നിന്നെ അറിയുന്നില്ല. എൻ്റെ ഈ ഉത്തരത്തിന് നമ്മൾ ഇത്രയും കാലം വിശ്വാസം സൂക്ഷിച്ചു, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, നൊവേന ചൊല്ലി, കുടുംബ പ്രാർത്ഥന നടത്തി, കൊന്തു ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സ്വർഗത്തെത്താനുള്ള വാതിലിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നൊക്കെ വാക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഇടുങ്ങിയ വാതിലാണ് രക്ഷയിലേക്കുള്ള വാതിൽ. തന്നെ വേണ്ടെന്ന് വെച്ച് കുറച്ച് കാത്തിരുന്ന് രക്ഷകന് വേണ്ടി ഒരുങ്ങി നമ്മളുടെ ചില ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്നിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു യാത്രയുടെ പേരാണ് ഇടുങ്ങിയ വാതിൽ, സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ, രക്ഷയുടെ വാതിൽ. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ ഒത്തിരി സന്തോഷങ്ങൾക്കിടയിൽ നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? വചനം വായിക്കുന്നതിൽ നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ടോ? ഈ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് വയ്ക്കുകയും വേണ്ടെന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുന്നോ, അവിടെയാണ് രക്ഷ നമ്മുടെ അടുത്ത വാതിലിലേക്ക് നമ്മൾ എത്തുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വഴിയും മുൻപിലില്ലെങ്കിലും ഇനി എന്തെന്നോർത്തു നിന്നിടിലും എൻ മനസ്സിൻ ദുഃഖമേറിയാലും ഞാനൊന്നറിയുന്നു. ഒരു വഴിയും മുൻപിലില്ലെങ്കിലും ഇനി എന്തെന്നോർത്തു നിന്നിടിലും എൻ മനസ്സിൻ ദുഃഖമേറിയാലും ഞാനൊന്നറിയുന്നു. ഞാൻ സേവിക്കും ദൈവം നസ്രായനേശു, വഴികളെ തുറപ്പാൻ
മതിയായവൻ. നാളുകൾ ഏറെയായി ഞാൻ കാത്തിരിക്കുന്നതാം എൻ്റെ ആഗ്രഹങ്ങൾ നീ നൽകണേ ദൈവമേ. നാളുകൾ ഏറെയായി ഞാൻ കാത്തിരിക്കുന്നതാം എൻ്റെ ആഗ്രഹങ്ങൾ നീ നൽകണേ ദൈവമേ. എൻ ഹൃദയവും എന്നാശയും നന്നായി അറിഞ്ഞിടുന്ന എൻ യേശുവേ, നിൻ വഴികളിൽ എന്നെ നടത്തിയിടണേ. എൻ ഹൃദയവും എന്നാശയും നന്നായി അറിഞ്ഞിടുന്ന എൻ യേശുവേ, നിൻ വഴികളിൽ എന്നെ നടത്തിയിടണേ. ഞാൻ സേവിക്കും ദൈവം നസ്രായൻ യേശു, വഴികളെ തുറപ്പാൻ മതിയായവൻ. എൻ മനോഭാരമെല്ലാം അറിയുമെന്നേശുവേ, നിൻ കൃപ മാത്രമേ ഇന്നോളം എന്നാശ്രയം. എൻ മനോഭാരമെല്ലാം അറിയുമെന്നേശുവേ, നിൻ കൃപ മാത്രമേ ഇന്നോളം എന്നാശ്രയം. നിൻ പൊന്മുഖം ഞാൻ നോക്കിടും എൻ ജീവകാലമെല്ലാം. എന്നാളിലും എൻ കൂടെയുള്ള സ്നേഹമാം ദൈവമേ, നിൻ പൊന്മുഖം ഞാൻ നോക്കിടും എൻ ജീവകാലമെല്ലാം. എന്നാളിലും എൻ കൂടെയുള്ള സ്നേഹമാം ദൈവമേ, ഞാൻ സേവിക്കും ദൈവം നസ്രായൻ യേശു, വഴികളെ തുറപ്പാൻ മതിയായവൻ. ഒരു വഴിയും മുൻപിലില്ലെങ്കിലും ഇനി എന്തെന്നോർത്തു നിന്നിടിലും എൻ മനസ്സിൻ ദുഃഖമേറിയാലും ഞാനൊന്നറിയുന്നു. ഒരു വഴിയും മുൻപിലില്ലെങ്കിലും ഇനി എന്തെന്നോർത്തു നിന്നിടിലും എൻ മനസ്സിൻ ദുഃഖമേറിയാലും ഞാനൊന്നറിയുന്നു. ഞാൻ സേവിക്കും ദൈവം നസ്രായൻ യേശു, വഴികളെ തുറപ്പാൻ മതിയായവൻ.